ഗൂഗിൾ എല്ലാ വർഷവും എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറ് എന്നുള്ളൊരു ഡാറ്റ പബ്ലിഷ് ചെയ്യാറുണ്ട്. ആൻഡ് അതിനകത്ത് എല്ലാ പ്രാവശ്യവും വരുന്നൊരു സെയിം ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യനാണ്, ഹൗ ടു മേക്ക് മണി ഈസിലി അല്ലെങ്കിൽ ഹൗ ടു മേക്ക് മണി ഫ്രം ഹോം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവരുടെ ഒരു സ്റ്റഡി പുറത്തുവിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡാറ്റയുണ്ട്. ഏകദേശം 17-18 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യയിലുണ്ട്. ആൻഡ് ആ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഏകദേശം 70% ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ്. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വലിയ രീതിയിലുള്ളൊരു തള്ളിക്കയറ്റം ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും ചിന്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈസി ആയിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. വീട്ടിലിരുന്നിട്ട് അവരുടെ കംഫർട്ട് സോണിലിരുന്നിട്ട് ഈസി ആയിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ എല്ലാവരും തന്നെ കാണുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ജോലി വരെ രാജിവെച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഉറപ്പിച്ചിട്ട് വരുന്ന ആളുകൾ, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പോലും അറിയാതെ ഡയറക്റ്റായിട്ട് ഓപ്ഷൻസിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്, കൂടി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻഡ് സെബിയുടെ തന്നെ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 89% ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും സെബി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ നമ്മളുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ്. ഞാനും ഒരു ട്രേഡർ തന്നെയാണ്. ആൻഡ് ട്രേഡർ ആവുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മൾ ഹാർഡ് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റൈറ്റ് മൈൻഡ് സെറ്റോട് കൂടി, നമ്മളെ തിരുത്താനുള്ള മൈൻഡ് സെറ്റോട് കൂടി വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ട്രേഡർ ആവൽ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ സൈക്കോളജി വീഡിയോസിലായിട്ടും ബുക്ക് റീഡിംഗ് വീഡിയോസിലായിട്ടും ഒരുപാട് കാര്യങ്ങൾ, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. ആൻഡ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പം എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്കൊരു ട്രേഡറെ തന്നെ ഇൻവൈറ്റ് ചെയ്തുകൂടാ? അതും ഒരു ഓപ്ഷൻ സെല്ലർ കൂടിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കാണുന്ന എല്ലാവർക്കും രണ്ട് പേഴ്സ്പെക്റ്റീവിലുള്ളയും ഒരു വ്യൂ കിട്ടാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. സോ ഇന്ന് ട്രേഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻ്റർവ്യൂ ടൈപ്പ് ഒന്നുമല്ല. ഞങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ എന്തായിരിക്കുമോ നിങ്ങളുടെ കൺസേൺ ആയിട്ടുണ്ടാവുക, നിങ്ങളുടെ ഡൗട്ടുകളായിട്ടുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെയുള്ളത് ട്രേഡ് ടോക്സ് ബൈ സുനിൽ മത്തായി എന്ന യൂട്യൂബ് ചാനലിലെ CEO ആയിട്ടുള്ള സുനിൽ മത്തായി ആണ്. സോ നമുക്ക് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന, സാധാരണക്കാരനുണ്ടാവാൻ പോകുന്ന എല്ലാ സംശയങ്ങളും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നത്. സോ നമുക്ക് ആദ്യം സുനിലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങാം. നമ്മുടെ ചാനലിൽ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ആൾക്കാർക്കൊക്കെ സുനിലിനെ കുറിച്ച് അറിയാൻ പറ്റും. ബട്ട് എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സുനിലിനെ ഒന്ന് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഡിസ്കഷനിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി ഒരു ഓപ്ഷൻ ട്രേഡർ ആണ്. 2017 മുതൽ തന്നെ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ട്രേഡിങ്ങിലോട്ട് വരുന്നത് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ടൈം പാസിനൊക്കെ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, പാസ് ഔട്ട് ആവുന്നു, വർക്ക് ചെയ്യുന്നു. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് ആണ്, ആദിശങ്കർ എഞ്ചിനീയറിംഗ് കോളേജ് കാലടി, വീടിൻ്റെ അടുത്ത് തന്നെയാണ് കോളേജൊക്കെ. അപ്പോൾ അവിടെ തന്നെയാണ് പഠിച്ചതൊക്കെ. ദെൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് പഠിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം പോയി പഠിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരാണെങ്കിലും കോയമ്പത്തൂർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2017 നമ്മളൊരു ഫുൾ ടൈം ട്രേഡർ എന്നുള്ള രീതിയിലോട്ട് ജോബ് ക്വിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് കൂടുതലും ഓപ്ഷൻ സെല്ലിംഗ് മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോലും വലിയ കാര്യമായിട്ട് ആ സമയത്ത് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ്ങിലെ ഓപ്ഷൻ സെല്ലിങ്ങിലേക്കാണ് വരുന്നത്. അതെ, ഞാൻ സെല്ലിംഗ് ആണ്. ആ സമയത്ത് സെല്ലിങ്ങിന് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിത്ത് ലിവറേജ് ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു 2500 രൂപയ്ക്ക് ബാങ്ക് നിഫ്റ്റി ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതായത് ഒരു എക്സ്പയറി ഡേ മര്യാദയ്ക്ക് അതെ മര്യാദയ്ക്ക് ഒന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു വ്യാഴാഴ്ച മാത്രം ഒരു 20% പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആൻഡ് ലിവറേജ് അന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. അറിയാലോ, ഇത്ര ലിവറേജ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി സൈസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ആവില്ല. നമ്മൾ തുടക്കമാണ്. എനിക്ക് ഏറ്റവും വലിയ 2016 കിട്ടിയൊരു വലിയൊരു പണിയുണ്ട്. 2016 നോട്ട് നിരോധിച്ചെന്നൊക്കെ ഒറ്റ ദിവസം ഓവർനൈറ്റ് ഹോൾഡിങ്ങിൽ ഒരു 30% to 40% ക്യാപിറ്റൽ ഒരു 8 ലക്ഷം രൂപ മാത്രമേ ക്യാപിറ്റൽ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വലിയൊരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഒരു 1 CR ഒക്കെ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു 40-50 ലക്ഷം ചിലപ്പോൾ ഒരു ദിവസം തന്നെ അന്ന് പോയാൽ കൃത്യനെ. പക്ഷെ അന്ന് ക്യാപിറ്റൽ കുറവായതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടൊക്കെയാണ്. സിംപ്ലി ബയ്യർ ആയിട്ടേ ഇല്ല.
ബയറാണ്, ബൈയും ചെയ്യും. ബൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്ത് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഓപ്ഷൻ സെല്ലിങ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഓഫ് ട്രേഡിങ്സ് ആണ്. അപ്പോൾ അവിടെ ഞാൻ ഒരു 3 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വരെ കംപ്ലീറ്റ്ലി നോൺ ഡയറക്ഷണൽ ട്രേഡ്സ് ആണ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ അത്രയും നോൺ ഡയറക്ഷൻസ് അല്ല, ഞാൻ കൂടുതൽ ഇപ്പോൾ ഡയറക്ഷൻ ട്രേഡ്സ് ആണ് കറൻ്റ് ഇപ്പോൾ ചെയ്യുക. അപ്പോൾ ബൈയിങ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ബിലീവ് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ്സ് ഉണ്ടാക്കും, ഒരു ഗാമ ബ്ലാസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ തോന്നുന്ന കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ഇപ്പം നമ്മളുടെ കേരളത്തിലിപ്പം ഒരു 90% ആളുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ് എന്നുള്ളത് മാത്രമാണ്. ചെറിയ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അതിനെ ക്യാപിറ്റലിനെ ഡബിൾ ആക്കുക, ട്രിപ്പിൾ ആക്കുക എന്നുള്ള പരിപാടിയാണ്. സോ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല സുനിൽ ഒരിക്കലും. ലൈക്ക് ഓപ്ഷൻ സെല്ലറായിട്ട് തന്നെ വന്നു, ആൻഡ് ഓപ്ഷൻ സെല്ലിങ്ങിൽ ട്രേഡിങ്ങിനെ ഒരു കരിയർ ആക്കി എടുത്തു, ആൻഡ് അതിനുശേഷം ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ മാത്രം ബൈ. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൽ. ഇപ്പം ഞാനടക്കം വരുന്നത് ഓപ്ഷൻ ബയ്യർ ആയിട്ട് മാത്രമാണ്. സോ അതിന് കാരണങ്ങൾ പലതുണ്ടാവും, ലൈക്ക് ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ആൻഡ് സുനിലപ്പം ഒരിക്കലും ഒരു സെല്ലർ എന്നുള്ള രീതിയിൽ അല്ലാണ്ട് മാർക്കറ്റിന് ഒരു ബയ്യറായിട്ട് പെട്ടെന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നോക്കും. തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഓപ്ഷൻസ് പഠിക്കുന്നതന്നെ മാർക്കറ്റിൽ വന്ന് 2 വർഷത്തിന് ശേഷമൊക്കെയാണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ മാർക്കറ്റിലെത്തി 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ കാരണം അന്ന് നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. 2011-12 എന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബിൽ കണ്ടൻസ് ഒന്നുമില്ല. പിന്നെയുള്ള ബുക്സ് വല്ലതും വായിക്കണം. ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര കാര്യമായിട്ട് ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല. ATM OT ITM തന്നെ പഠിച്ചെടുക്കുന്നതൊക്കെ 1 മാസം കൊണ്ടൊക്കെ തന്നെയാണ് ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ആ ഒരു ബൈയിങ് സെല്ലിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങ് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ സമയത്ത് തപ്പിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കോയമ്പത്തൂരാണെങ്കിലും ചെന്നൈയിലൊക്കെ ആണെങ്കിലും പോയി പഠിക്കുന്നത്. ആ ഒരു സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു കറക്റ്റ് ഗൈഡൻസ് സെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും പ്രൈസ് ആക്ഷൻ്റെ പാറ്റേൺ ടൈപ്പ് ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് തന്നെ സെല്ലിങ് വിൻ ചെയ്യാൻ എളുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുകയും കൂടുതലും അങ്ങോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ നോൺ ഡയറക്ഷൻ വളരെ എളുപ്പമാണ്. ചുമ്മാ അയൺ കൊണ്ടോറൊക്കെ ആ സമയത്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരുന്നു, ഓവർനൈറ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് കാശ് കിട്ടിയാൽ മതിയല്ലോ അൾട്ടിമേറ്റ്ലി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ, ഇപ്പം ട്രേഡിങ്ങിൽ വന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഓപ്ഷനിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? കാരണം ഇപ്പോഴുള്ള ആളുകൾ വരുന്നത് തന്നെ ഓപ്ഷനിലേക്കാണ്. അവർക്ക് CE എന്താണ്, PE എന്താണ് ഒന്നും അറിയില്ല. നേരെ വന്നു, ക്യാപിറ്റലിൽ ഫണ്ട് ആഡ് ചെയ്തു, അക്കൗണ്ട് ഡബിളാക്കി, 3-ാമത്തെ ദിവസം തീർത്തു. തീർച്ചയായിട്ടും. സോ ഇതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടില്ലേ? ലൈക്ക് അന്ന് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുത്തത് ഇത് ഭാവിയിൽ ഉപകാരത്തിലേക്ക് അറിയും. ഇത് യൂട്യൂബിലും കണ്ടൻസും പഠിക്കാനുള്ള സാഹചര്യം കൂടിയതുകൊണ്ടാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണ് ഒരു ബിഗിനറിന് ഒരു ഓപ്ഷൻ ബൈ ഇൻട്രാഡേ തന്നെ ഇപ്പോൾ ഇക്വിറ്റി ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഇമോഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യും. അതൊരു ഓപ്ഷൻ ബയ്യർ ഇൻട്രാഡേ ആണെങ്കിൽ അദ്ദേഹം നേരിടുന്ന ആ ഇമോഷൻസിൻ്റെ ആ ഒരു കയറ്റിയിറക്കം ഉണ്ടല്ലോ, ഒരു റോളർ സ്കേറ്റിൽ നമ്മൾ കയറിയിരിക്കുന്നതിനേക്കാൾ വലിയ കഷ്ടമാണ്. ട്രേഡിങ് തുടങ്ങുന്ന ഒരാൾ നേരെ വന്നിട്ട് ഇതാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ആ ട്രേഡിങ്ങിൻ്റേതായ എല്ലാ ഇമോഷൻസും ആദ്യത്തെ ഒരാഴ്ച ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സത്യം, റൈറ്റ്. അപ്പോൾ ചില ആളുകൾ അത് ഫേസ് ചെയ്യാനുള്ള മെൻ്റൽ കപ്പാസിറ്റി ഇല്ലാതെ അംഗീകരിക്കില്ല. പരാജയപ്പെട്ടാലും പിന്നെ പൈസ കൊണ്ടുവന്ന് പൈസ കളഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ആക്ഷൻ വരുന്നത് എനിക്ക് ഇതിനകത്ത് കളഞ്ഞ കാശ് ഇതിനകത്ത് തന്നെ റിക്കവർ ചെയ്തിരിക്കണം. ഓവർ ട്രേഡ്, ഇതൊക്കെ ഈ ഇമോഷൻ്റെ ഭാഗമാണല്ലോ. ഇതൊക്കെ ഇതിൻ്റെ അതിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ സുനിൽ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ച് ഗ്യാപ്പ്, ഓപ്ഷനിലേക്ക് വരുന്നത് വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഡിസിപ്ലിൻ എത്രത്തോളം കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഒരാൾ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം ഓപ്ഷനിൽ നിന്ന് മാറി നിൽക്കണം തുടക്ക സമയത്ത്? ഓക്കെ, ഇത് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും എല്ലാവരും നിങ്ങളൊക്കെ ഓപ്ഷൻ ചെയ്യുന്നത് ഞങ്ങൾ ഓപ്ഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ബട്ട് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് പറയില്ലേ നമ്മൾ? തീർച്ചയായിട്ടും. ഇത് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും, മാർക്കറ്റിൽ നിന്ന് മാക്സിമം അടി വാങ്ങിച്ചിട്ട് മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. ഓക്കെ, എനിക്ക് കറക്റ്റ് ട്രാക്കിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നത് അവരെന്തായാലും ഈ ഒരു പോയിന്റിനെ എടുക്കും. യെസ്, ഞാൻ പറയാം മാർക്കറ്റിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ സിങ്ങൊക്കെ ചെയ്ത് കുറച്ച് ആൾ നിന്ന് കഴിഞ്ഞാൽ എന്തവിടെ നടക്കുന്നതെന്നെങ്കിലും അവർക്ക് മനസ്സിലാകും. എന്നിട്ട് ഓപ്ഷൻ ചെയ്യണമെന്നുള്ളത്, ട്രേഡ് ചെയ്യണമെന്നുള്ളത് തന്നെ ഓപ്ഷനിലായിട്ട് പരിഗണിക്കേണ്ട കാര്യമാണ്. നമുക്ക് അൾട്ടിമേറ്റ്ലി മാർക്കറ്റിൽ വരുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? ഇത്രയും നല്ലൊരു ബുൾ റാലി ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊറോണയ്ക്ക് ശേഷം കണ്ണട ചെയ്ത് സ്റ്റോക്ക് മേടിച്ചാലും പ്രോഫിറ്റ് കിട്ടുന്നൊരവസ്ഥയിലോട്ട് ഇന്ത്യൻ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഞാൻ
ഇങ്ങനെ എല്ലാവരും പറയില്ലേ, ഞാൻ ട്രേഡിങ് തുടങ്ങിയ കാലത്ത് ഈ ടാറ്റ മോട്ടോഴ്സിന് ഞാൻ 100 രൂപയ്ക്ക് കണ്ടതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ടാറ്റ മോട്ടോഴ്സ് 1000 എത്തി. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ മിസ്സായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ട്രേഡ് ചെയ്യണമെന്നുള്ളത് ഓപ്ഷനിലായിട്ട് വയ്ക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ട്രേഡിങ് ചെയ്യാനുള്ള മെൻ്റൽ കപ്പാസിറ്റിയിലോട്ട് എത്തിയെന്നും അതിനുള്ള ക്യാപിറ്റൽ എത്തിയെന്നും ഒക്കെ എത്തുന്നൊരു സമയത്ത് അവിടെ ഒന്ന് കൈവച്ച് നോക്കുക എന്നുള്ളതാണ്. അതും ചെറിയൊരു ക്യാപിറ്റൽ മാത്രം വെച്ചുകൊണ്ട്, അതായത് ആ സ്കില്ല് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ, സ്കില്ല് വേണമെന്നൊന്നുമില്ല. മാക്സിമം ക്യാപിറ്റൽ കൊണ്ടുവരിക, അടിച്ചു കളയുക, കടം മേടിക്കുക, വീണ്ടും കൊണ്ടുവരിക, അടിച്ചു കളയുക, ആ ഒരു സെറ്റപ്പ്. എന്നിട്ട് അവസാനം ഡയലോഗും പറയണം, നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഗാംബ്ലിംഗ് ആണ് എന്നുള്ളൊരു ഡയലോഗ് കൂടി പറയണം. ആൻഡ് പ്ലസ് കൂട്ടത്തിൽ മറ്റേ സെബിയുടെ കണക്ക് കൂടി വെക്കണം, 90% ആളുകളും ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് കൂടി വെക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡാറ്റ കണ്ടതിൽ ഏകദേശം ഒരു 18 കോടി ഡിമാറ്റ് അക്കൗണ്ട്സ് 18 കോടി ഡിമാറ്റ് അക്കൗണ്ട്സ് ഇന്ത്യയിലുണ്ട്. ഇതിലെ 80% ഡിമാറ്റ് അക്കൗണ്ട്സും ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ആളുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഡാറ്റ ആഡ് ചെയ്യണം. ഈ 90% അല്ലെങ്കിൽ 88% ആളുകൾ ലോസ് ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്ന ഡാറ്റ തന്നെ വരുന്നത് 100,000 ആളുകളുടെ സാമ്പിൾ കണക്ഷൻ എന്ന് വെച്ചിട്ട് മാത്രമാണ്. അതെ, ഒരു വൈഡ് ഓഡിയൻസിനല്ല പിക്ക് ചെയ്തേക്കണേ. സോ ഇത് എത്രത്തോളം ഒരു ആക്യുറേറ്റ് ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഓപ്ഷൻ ബൈയിങ് ഓർ സെല്ലിങ്. ഓപ്ഷൻസ് ട്രേഡിങ് എത്രത്തോളം നമുക്ക് സക്സസ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് ഒരു നെഗറ്റീവ് സം ബിസിനസ്സാണ്. അതെ, ഓക്കെ. അപ്പോൾ ഒരാളുടെ ലോസ് ആണ് മറ്റൊരാളുടെ പ്രോഫിറ്റ്. പുതിയ ആൾക്കാർ ആക്ച്വലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാരെ വിജയിപ്പിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ വിജയിക്കുന്നവർക്ക് കൂടുതൽ പ്രോബിലിറ്റിയാണ്. അപ്പോൾ ശരിക്കും കണക്ക് സെബി എടുക്കുമ്പോൾ ഒരുവിധമെങ്കിലും 1 വർഷത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെയും 1 വർഷത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെയും ഡാറ്റ സെപ്പറേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഗെയിം മനസ്സിലാവും. കാരണം റീറ്റെയിലേഴ്സാണ് ലൂസ് ചെയ്യുന്നത്, FIs ലൂസ് ചെയ്യുന്നുണ്ട്, DIs ലൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ലൂസ് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരും ലൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ആരാണ് ലൂസ് ചെയ്യുന്നത്, ആരുടെ ഇമോഷൻസിനെതിരെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് റീഡ് ചെയ്യണം. ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ഓപ്പണപ്പായിട്ട് ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ ഞാൻ പോളിടും, നിഫ്റ്റി ബുള്ളിഷ്, ബീറിഷ് ഓർ സൈഡ് വൈസ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലെല്ലാം നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സാണ്. എല്ലാവരും ബുള്ളിഷ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മാർക്കറ്റ് ബീറിഷ് ആയിരിക്കും അൾട്ടിമേറ്റ്ലി. സോ അത് ഇപ്പോൾ ഒരു 50ഓളം തവണ നമ്മൾ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയേക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അവരും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ലോജിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോവുക, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ നിന്ന് ലിക്വിഡിറ്റി എടുക്കുക എന്നുള്ളത് ഓപ്പറേറ്റേഴ്സിൻ്റെ ഗെയിമാണ്. അതെ, ഓക്കെ. അപ്പോൾ ഈ റീറ്റെയിലേഴ്സിൽ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ലോജിക്സിനെ മനസ്സിലാക്കി അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നവരല്ലേ വിജയിക്കൂ. അതെ അതെ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻസ്, എന്താണ് ഓപ്പറേറ്റേഴ്സ്, എന്താണ് DIs, FIs, FIs അങ്ങനെ ഒരു ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഓപ്ഷൻസ് ചെയ്യുന്നത്. സത്യം. അവരെങ്ങനെ സർവൈവ് ചെയ്യും? ഈവൻ FIs DIs ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അതൊരു കാറ്റഗറി ഓഫ് ആളുകളാണെന്ന് പറയാം. ബട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി, ഞാൻ യൂഷ്വലി നേരത്തെ ടെലഗ്രാമിൻ്റെ കേസ് പറഞ്ഞതുപോലെ ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്നറിയോ, ഞാൻ എൻ്റെ വ്യൂ എന്താണോ, ഞാൻ എവിടുന്നാണോ ഒരു പൊസിഷൻ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്, ഞാൻ ആ ഒരു ഡയറക്ഷനെ മാർക്കറ്റിൽ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ ടെലഗ്രാമിൽ അയച്ചു കൊടുക്കും. ഇത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്, ഈ ഒരു ലെവലിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അതായത് ഈ ലെവലിൽ ഞാൻ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. സോ ഇത്രയും ഇല്ലിറ്ററേറ്റ് ആണ് ആളുകൾ മാർക്കറ്റിനെ കുറിച്ച്. ബട്ട് അൾട്ടിമേറ്റ്ലി അവർക്ക് വേണ്ടത് കാശ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. സോ എനിക്ക് ചോദിക്കാനുള്ളത് എത്രത്തോളം ഈസിയാണ് ട്രേഡിങ് എന്നുള്ളതാണ്. സോ ഓക്കെ, ഈ ട്രേഡിങ് ഈസിയാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓക്കെ, ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് ജോബുകളിലൊന്ന് തന്നെയാണ് ട്രേഡിങ്. അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും വേണ്ട. കാരണം എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഏറ്റവും വലുത്. ഒറ്റ ദിവസം ഇരുന്നുകൊണ്ട് പിന്നെ ഓപ്ഷൻ ബൈയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ചിലപ്പോൾ ഡബിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലോകത്ത് വേറെ എന്തിലാണ് അത് സാധിക്കുക? സത്യം, വേറെ ഒന്നിലും സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെ ഈസിയാകും? അതൊരിക്കലും ഈസി ആകില്ല. ഇനിയിപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതും. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഈ ഒരു വർഷം 1 CR പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് അപ്പുറത്തൊരു 100, 200, 300, 1000 ആളുകളുടെ ലോസ് ആയിരിക്കും എനിക്ക് കിട്ടുക. അതെ, ഓക്കെ. അപ്പോൾ 1000 പേര് ലൂസ് ചെയ്താലേ ഞാൻ ഒരാൾ വിജയിക്കും. ഇതാണ് ഒരു കോമൺ സെനാരിയോ എന്ന് കരുതും.
അപ്പോൾ ഒരു 100 ആൾ വിജയിക്കണമെങ്കിൽ അപ്പുറത്ത് 10,000 ആൾക്കാർ പരാജയപ്പെടണം. ഈ റേഷ്യോ മെയിൻറ്റെയിൻ ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഈ ഡാറ്റ നമ്മൾ സെബി മൊത്തത്തിൽ വിടുമ്പോൾ 90% ആൾക്കാരും പരാജയപ്പെടുന്നത്. കാരണം FIs DAs പരാജയപ്പെടാൻ ഇഷ്ടമില്ല. അവർ മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സാണ്. അവർ മാർക്കറ്റിനെ അവരുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണ് സാധിക്കുക? ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അവർ മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കും, അവർ ക്യാൻഡിൽസ് മേക്ക് ചെയ്യും, അവർ മാർക്കറ്റിൽ ഷെയ്ക്ക് ഔട്ടുകൾ നടത്തും, വീക്കർ ഹാൻഡ്സിനെ ഔട്ട് ചെയ്യും. പിന്നെ നമുക്ക് എന്താ സാധിക്കുക? നമുക്ക് മാർക്കറ്റിൽ ആകെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വ്യൂസ് ജനറേറ്റ് ചെയ്യുക, റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതെ, അതെ, റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുക. എത്ര റിവാർഡ് കിട്ടും, റിവാർഡ് കിട്ടിക്കോട്ടെ, അത് എത്ര വേണമെങ്കിലും കിട്ടിക്കോട്ടെ, നമ്മളതിന് ലിമിറ്റ് ചെയ്യേണ്ട. അതെ, റിസ്ക് നമ്മുടെ കയ്യിലല്ല. അത് മാത്രമല്ല, അത് മാർക്കറ്റിൻ്റെ കയ്യിലാണ്. റിവാർഡ് തരണോ വേണ്ടേ എന്നുള്ളത് മാർക്കറ്റിൻ്റെ കയ്യിലാണ്. ഞാൻ പറയുന്നത് റിവാർഡിന് ലിമിറ്റ് ചെയ്യേണ്ട, അത് കിട്ടിക്കോട്ടെ. വേണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് 10 ഇരട്ടി കിട്ടുമോ, കിട്ടിക്കോട്ടെ, നമുക്ക് മേടിച്ച് പോക്കറ്റിൽ വയ്ക്കാം. പക്ഷേ റിസ്ക് എത്ര വേണമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറ മൊത്തവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീലുകളുടെ ക്യാപ്ഷൻ പോലും റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആ ഒരു 1992 സ്കാമിൻ്റെ ആ ഒരു വെബ് സീരീസിൻ്റെ അതിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ആളുകളുടെ എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് റിസ്ക് എടുത്താലേ ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെ ക്യാപിറ്റലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഓക്കെ, ഇത് ഇപ്പോൾ നമ്മളും 1, 2, 3 തവണ ചെറിയ ഏജിൽ ക്യാപിറ്റൽ അടിച്ച് കളഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. വന്നിരുന്നിട്ട് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ, നിങ്ങളും ചെറുപ്പത്തിൽ ക്യാപിറ്റൽ, തീർച്ചയായിട്ടും ആ ഏജിൽ ക്യാപിറ്റൽ കളഞ്ഞ് ആ സ്റ്റേജിലൊക്കെ കടന്ന് വന്നാൽ മാത്രമാണ് ട്രേഡിങ്ങിൻ്റെ ഫുൾ ആ ചൂട് നമ്മൾ അറിയത്തുള്ളൂ. അതറിയണം. പക്ഷേ ഈ കളയുന്ന ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ് പ്രശ്നം. അതെ, 20 ലക്ഷം കളഞ്ഞ് ചൂടറിയണോ, അതോ 50,000 25,000 കളഞ്ഞ് ചൂടറിയണോ എന്നുള്ളതാണ്. അതെ, സുനിൽ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ 20 ലക്ഷം കളയുന്നവന് 20,000 പരിപാടി പഠിച്ചെടുക്കുക. തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു 5,000 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റാത്തവൻ്റെ കയ്യിൽ 50 ലക്ഷം കൊണ്ടേ കൊടുത്താലും കാര്യമില്ല, അവൻ ഒരു രൂപ ഉണ്ടാക്കില്ല, സത്യം, ലോസ് വരുത്തിയുള്ളൂ. അപ്പോൾ ഇനിഷ്യലി ക്യാപിറ്റൽ ബിൽഡ് ചെയ്യണം. ക്യാപിറ്റൽ ബിൽഡ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇട്ടാൽ മതി. മ്യൂച്വൽ ഫണ്ട് ഗ്രോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബിൽഡാകും. ചിലപ്പോൾ 2 വർഷം കൊണ്ട്, ആ 2 കൊല്ലം ഒരു 5,000 കൊണ്ടോ 2,500 കൊണ്ടോ 10,000 കൊണ്ടോ ട്രേഡ് ചെയ്ത് പഠിച്ച് ആ സ്കില്ല് ലേൺ ചെയ്യുക. സ്കില്ലായതിനു ശേഷം നമ്മുടെ ക്യാപിറ്റൽ അവിടെ കിടക്കുന്നുണ്ടാവില്ല, ആ ക്യാപിറ്റൽ എടുത്ത് നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. സ്കില്ലില്ലാതെ ക്യാപിറ്റൽ ഉണ്ടായിട്ട് വലിയ കഥയൊന്നുമില്ല. ക്യാപിറ്റലുണ്ട്, സ്കില്ലില്ല, സ്കില്ലുണ്ട്, ക്യാപിറ്റലില്ല. ഇത് രണ്ടും വർക്കൗട്ട് ആവില്ല. ഇത് രണ്ടും ഒന്നിച്ച് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റലിന് പ്രത്യേകിച്ച് വലിയ മുട്ടൊന്നും വരില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമുക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് സ്കില്ലാണ് ആദ്യം വേണ്ടത്, അത് ഡെവലപ്പ് ചെയ്തെടുക്കണം ആദ്യം. അവിടെയും ചിലപ്പോൾ ഇമോഷൻസിനെ ആ സമയത്ത് എഫക്റ്റ് ചെയ്യും. നമുക്ക് ഒരാൾ വരുമ്പോൾ അയാളുടെ കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മുടെ ട്രേഡിങ്ങിലോട്ട് ചിലപ്പോൾ ഇഞ്ചക്റ്റ് വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ സ്കില്ലിനെ എഫക്റ്റ് ചെയ്യാൻ ചെറിയൊരു സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു ആ പ്രോബിലിറ്റിയും കൂടി നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ തന്നെ, നമ്മുടെ സ്കില്ലുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്നൊരു സേഫ് സോൺ ഗെയിം നമുക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയുന്നതാണ്. അങ്ങനെ ഒരു ഇത്. മറ്റേത് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ പൈസ ആണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ പോലും വി ഹാവ് ആൻ ഉത്തരവാദിത്തം എന്നല്ലേ. അപ്പോൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻ കേസ് മാർക്കറ്റാണ്, നമ്മൾ അൺഫോർച്യുനേറ്റ്ലി ഒരു എറർ സംഭവിച്ചു, ഒരു പ്രാവശ്യം ക്യാപിറ്റൽ മൊത്തം അടിച്ചു പോയി കഴിഞ്ഞാൽ പെട്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഡ്രാമയിലൂടെ കടന്ന് പോയി തന്നെയാണ് എല്ലാവരും ട്രേഡേഴ്സ് ആവുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ട്രേഡർ, അല്ലെങ്കിൽ ലോങ് കണ്ട ഏറ്റവും വലിയ ട്രേഡർ എന്ന് പറയുന്ന ജെസ്ലി വിൽമോർ ഒരു 3 പ്രാവശ്യം ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പുള്ളി പിന്നെയും ട്രേഡ് ചെയ്ത് പിന്നെയും കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് പുള്ളി ആത്മഹത്യയാണ് ചെയ്ത്. കാരണം ഒരു എന്താ പറയുക, മെൻ്റൽ സ്റ്റെബിലിറ്റിനേക്കാൾ കൂടുതൽ അതേ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ട്രേഡറാണ്. ഇതിപ്പോൾ നമ്മൾ വലിയ ട്രേഡേഴ്സിനെ പലരും നോക്കുമ്പോൾ അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ലോസുകളിൽ കൂടെ കടന്ന് പോയിട്ട് ഒക്കെ തന്നെയാണ് തിരിച്ചു വന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ട്രേഡേഴ്സിനെ പിന്നെ നോക്കിയാൽ പോലും, ഇപ്പോൾ നമ്മൾ പൊറിഞ്ചുവിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ പോലും അദ്ദേഹം മാർക്കറ്റിൽ ബാക്ക് ഫയർ ചെയ്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് ഒരു ട്രേഡർ ചെയ്യേണ്ടത്. എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കും? റിസ്ക് ഡിഫൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ട്രേഡർ ആവുന്നില്ല, അത്രയേ ഉള്ളൂ. സുനിൽ പറഞ്ഞു 2012 ട്രേഡിങ്ങിലേക്ക് വരുന്നത്. 17 മുതലാണ് ഇതിനൊരു കരിയറായിട്ട് എടുക്കുന്ന TCSലെ ജോബും കാര്യങ്ങളൊക്കെ ഹിറ്റ് ചെയ്തിട്ട് കരിയറായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു.
ആ ഒരു സമയത്ത് എന്തായിരുന്നു ലൈക്ക് സുനിലിനെ മാർക്കറ്റിലേക്ക് ഡിറൈവ് ചെയ്തത് എന്തായിരുന്നു? ലൈക്ക് ഈ യൂട്യൂബിൽ കാണുന്ന പരസ്യങ്ങളായിരുന്നു, അതോ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു, അതോ ആക്ച്വലി ഒരു പാഷനായിട്ട് തോന്നിയിട്ടായിരുന്നു? എന്തായിരുന്നു ഒരു ആ സമയത്ത് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ലല്ലോ. വളരെ മലയാളത്തിൽ തന്നെ എനിക്ക് ഓപ്ഷൻസിൻ്റെ വീഡിയോസ് പോലും ഒന്നും അവൈലബിൾ അല്ല, വളരെ കുറച്ചാണ്. ഹിന്ദിയിലൊക്കെ വളരെ കുറച്ച് വീഡിയോസ് ഉണ്ട്. പിന്നെ അത്തരത്തിലുള്ള ആഡുകളൊന്നും അന്ന് അവൈലബിൾ അല്ല. അതുപോലെ ഇപ്പം തോണ്ടി കളിക്കുമ്പോൾ കാണുന്ന പരസ്യങ്ങൾ റീൽസ് ഒന്നുമില്ല, കോടീശ്വരനാക്കാന്നുള്ള പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ രാവിലെ 9 to 5 ജോബ് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കയറിയിട്ട് പകൽ ട്രേഡ് ചെയ്തിട്ട് നൈറ്റ് ജോലി ചെയ്യുക എന്നുള്ള സെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്കിൽ ട്രേഡിങ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാം. പാരലായിട്ട് വേറെ 1-2 പ്രോജക്ട്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇൻകം അവിടെ നിന്ന് തരുന്നുണ്ടായിരുന്നു. പിന്നെ 1-2 കമ്പനികളിൽ ആ സമയത്ത് ടെക്നിക്കൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് സ്റ്റാർട്ടപ്സിൽ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിൻ സ്ട്രീം ജോബ് ക്വിറ്റ് ചെയ്യുന്നു, ട്രേഡിങ്ങിനെ ഒരു മെയിൻ സ്ട്രീം ആക്കുന്നു. ഇങ്ങനത്തെ അഡ്വൈസറി സെറ്റപ്സിനൊക്കെ നമ്മൾ സെക്കൻഡറി സ്ട്രീം ആക്കി വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാജുവലി 2019 കൂടി ട്രേഡിങ്, ഫുൾ ടൈം ട്രേഡിങ്, അതായത് വേറെ ഇൻകം സോഴ്സ് ഒന്നുമില്ല, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒറ്റ ഇൻകം സോഴ്സ് എന്ന് പറയുന്ന രീതിയിലോട്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് വരെ അതിനകത്ത് നമ്മൾ പിടിച്ചു നിന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറയാം. അതുമാത്രമല്ല, ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു മന്ത്ലി കിട്ടിയ ഇൻകത്തിനേക്കാൾ കൂടുതൽ ട്രേഡിങ്ങിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടി തുടങ്ങിയിരുന്നു. ആ സമയത്താണ് ജോബ് ക്വിറ്റ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് നല്ല സാലറി ഉണ്ടായിരുന്നു. ഞാൻ വളരെ നേരത്തെ ക്വിറ്റ് ചെയ്ത ആളാണെന്നാണ് ഞാൻ പറയുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു 1 year കൂടി ഞാൻ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടി സ്റ്റേബിൾ പൊസിഷനിൽ എനിക്ക് ട്രേഡിങ് തുടങ്ങാമായിരുന്നു. ഈ ജോലിക്ക് പകരം ഫുൾ ടൈം ട്രേഡിങ് എപ്പോഴും ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യനാണ്. ആ ഡിസിഷൻ എടുക്കാൻ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് എടുക്കും. കാരണം വിദേശത്തു നിന്നൊക്കെ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ട്രേഡിങ് പഠിക്കാമെന്ന് പറഞ്ഞു തന്നെ ആളുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ട്രേഡിങ് പാരലായിട്ട് കൊണ്ടുപോവുക. ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ അടുത്തത് പറയാൻ. റൈറ്റ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ട്രേഡർ ആവാം എന്നുള്ളതാണ്. ഒരു ട്രേഡർ ഇപ്പം പേരിന് വേണമെന്നുണ്ടെങ്കിൽ ആർക്കും പറയാം, ഇന്നലെ മാർക്കറ്റിലേക്ക് വന്നവനും പറയാം ഞാൻ ട്രേഡറാണെന്നുള്ളത്. അപ്പോൾ ട്രേഡർ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ആർക്കൊക്കെ ട്രേഡർ ആവാം. ഒരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് അയാൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്തായിരിക്കണം? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്രേഡർക്ക് മറ്റ് ഫുൾ ടൈം ട്രേഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ചെലവുകളെല്ലാം ട്രേഡിങ്ങിൽ നിന്ന് ലാഭം കിട്ടി അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 50,000 രൂപയെങ്കിലും ആണ് മന്ത്ലി വേണ്ടെങ്കിൽ 50,000 രൂപ കൺസിസ്റ്റൻ്റായിട്ട് മന്ത്ലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ഒരാളെത്തണം. എന്നാലേ അവന് ഫുൾ ടൈം ട്രേഡർ ആക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ഈസി, നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ 50,000 രൂപ വേണമെങ്കിൽ എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളൊരു കാൽക്കുലേഷൻ. അപ്പോൾ അവൻ്റെ അത്രയും വലിയൊരു ക്യാപിറ്റൽ ഉണ്ടാകണം. ഫുൾ ടൈം ട്രേഡർ ആകണമെങ്കിൽ ഒരു വലിയ ക്യാപിറ്റൽ അവൻ മാനേജ് ചെയ്യുന്ന സ്കിൽ. അപ്പോൾ വലിയ ക്യാപിറ്റൽ മാനേജ് ചെയ്യണമെങ്കിൽ അവൻ മെൻ്റലിയും അത്രയും സ്റ്റെബിലിറ്റിയിലോട്ട് എത്തണം. അപ്പോൾ ഇതൊന്നും ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയും ഒരു 3 year കൺസിസ്റ്റൻസി വന്നതിന് ശേഷം മാത്രം തീരുമാനിക്കുക നമ്മൾ ട്രേഡർ ആണോ അല്ലയോ എന്നുള്ളത്. എല്ലാ മാർക്കറ്റ് സൈക്കിളിലൂടെയും കടന്നു പോയി നമ്മൾ തീരുമാനിക്കുക. അല്ലാതെ ഒരു 6 മാസം കുറച്ച് ലാഭം കിട്ടിയെന്ന് ഓർത്തിട്ട് ഞാൻ ട്രേഡറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് സൈക്കിൾ അവൻ അടിച്ചു കളയും. ഇനി ഇപ്പം ഒരു ട്രേഡർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും മിനിമം വേണ്ട ക്വാളിറ്റി എന്താണ്? ലൈക്ക് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അൺലിമിറ്റഡ് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഇഷ്ടമുണ്ടാവുക, മാർക്കറ്റിനെ മനസ്സിലാക്കാനുള്ള ഇതുണ്ടാവുക, പഠിക്കാനുള്ള മാക്സിമം ടൈം കൊടുക്കുക എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ക്യാപിറ്റലൊക്കെ ഞാൻ സെക്കൻഡറി ആയിട്ടേ പറയുള്ളൂ. എന്താണ് സുനിലിൻ്റെ ഒപ്പീനിയൻ? ഓക്കെ, ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനോടെയും പറ്റണം. അതെ, ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡിങ് 90% ഇമോഷൻ കൺട്രോളാണ്. എന്താ പറയുക, അങ്ങനെ എല്ലാം പറയും. റിസ്ക് റിവാർഡാണ് എല്ലാം, മണി മാനേജ്മെൻ്റ് ആണ് എല്ലാം. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളായിരിക്കണം. അവിടെ ഇമോഷൻസിന് ഒരു ഇതും കൊടുക്കാതെ ട്രേഡിങ്ങിന് ഒരു എന്താ പറയുക, ഒരു സിസ്റ്റം എക്സിക്യൂഷൻ ലെവലിലോട്ട് ഉള്ള മെൻ്റൽ എബിലിറ്റി കൂടി വേണം. അവിടെ ഇമോഷണലി ഡൗൺ ആവുമോ, ഒരു ലോസ് വരുമ്പോൾ തന്നെ അയ്യോ അന്നത്തെ ദിവസം പോയി എന്നുള്ള ലെവലിലോട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ അവനൊരിക്കലും ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് വിൽ ടേക്ക് ടൈം. 2-3 വർഷം നമ്മൾ കൊടുക്കേണ്ടത്. അതെ, അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ ക്യാപിറ്റൽ ഗ്രോ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയവും മെൻ്റലി നമ്മൾ ഗ്രോ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ്. അവിടെ ആ മെൻ്റൽ എബിലിറ്റി, ഇപ്പോൾ നമ്മളൊരു SIP ഇട്ടിട്ട് നമ്മളൊരു കോടീശ്വരനാകുന്നത് ലോട്ടറി അടിച്ച് കോടീശ്വരനാകുന്നത് തമ്മിലൊരു ഭയങ്കര വ്യത്യാസം. യെസ്. അപ്പോൾ ലോട്ടറി അടിച്ച് കോടീശ്വരനായി കഴിഞ്ഞാൽ അവൻ ആ പൈസ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ, അവന് അതിനുള്ള മെൻ്റൽ എബിലിറ്റി ആയിട്ടുണ്ടാവില്ല. പക്ഷേ SIP ഇടുന്നവൻ അങ്ങനെയല്ല.
ഗ്രാജുവലി അവൻ പൈസ വലുതാവുന്നത് കണ്ട് ആ പൈസയ്ക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാൻസ് ഇട്ട് അവൻ ഫിനാൻഷ്യലി മെൻ്റലിയും ഗ്രോ ചെയ്യുന്നൊരു സ്റ്റേജാണ്. അങ്ങനെ നമുക്ക് ട്രേഡിങ്ങിൽ മണി മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഒരു ഫണ്ട് മാനേജർ എങ്ങനെ ചൂസ് ചെയ്യുക, ഒരു നല്ല നമ്മൾ മ്യൂച്വൽ ഫണ്ടിലിടാണ്, എങ്ങനെ ഒരു ഫണ്ട് മാനേജർ നമ്മൾ ചൂസ് ചെയ്യുക, നമ്മൾ അവൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് നോക്കും. അതെ അല്ലേ, ഇപ്പോൾ നമ്മൾ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അംബാനിയുടെ കമ്പനിയിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, അംബാനിയുടെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കും. അതെ, ഇന്നലെ വന്ന ആക്കടയിൽ കൊണ്ടേ നമ്മൾ നമ്മുടെ കാശ് കൊടുക്കില്ല. പിന്നെ നമ്മൾ നമ്മുടെ കാശ് നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കണ്ടേ? അതെ അതെ, നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ നോക്കണ്ടേ? നമ്മൾ നമ്മളൊരു പ്രോഗ്രസ് കാർഡ് ഇട്ട് വെക്കണം. ഓക്കെ, എനിക്ക് ഔട്ട് ഓഫ് 10ൽ 5 ഇപ്പോൾ കൊടുക്കാം, ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് 7 ഇട്ട് കൊടുക്കുമ്പോൾ എനിക്കിത് സ്കെയിൽ ചെയ്യാം. നല്ലൊരു പോയിൻ്റാണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മളെ വിലയിരുത്തുക, അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റൻസ്, നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണത്. ഞാൻ തോൽക്കും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും തോൽക്കൂല എന്നുള്ളൊരു വാശി മാത്രം പിടിക്കുക. യെസ്, ഇപ്പോൾ ഇങ്ങനെയല്ലേ, ചില ആൾക്കാർക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാൻ പേടിയാണ്, എടുത്തില്ല. കാരണം മീൻസ് ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ ജേണൽ എഴുതാൻ പേടിയാണ്. ലോസ് വരും, ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും, ലോകത്ത് ആർക്കും പറ്റില്ല. ഓഫ് കോഴ്സ്. അപ്പോൾ ലോസ് വരുമ്പോൾ അത് നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ലോസിൽ നിർത്തുക എന്നുള്ളതാണ് ഒരു നല്ല ട്രേഡർ. ഞാൻ ഇടയ്ക്ക് പോൾ ഇടും കേട്ടോ. ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും പോൾ ഇടും ഇൻസ്റ്റയിൽ, ടെലഗ്രാമിൽ. സോ ഞാൻ പോളിൽ എന്നും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നല്ല ലെവൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഇനീഷ്യലി ആ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു മൂവ് തുടങ്ങുന്ന ആ ഒരു ലെവലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അറൗണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അവിടുന്ന് ഒരു 500+ പോയിൻറ്റ്സ് ട്രാവൽ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോലും പറഞ്ഞു. എന്നിട്ട് ഞാൻ വൈകുന്നേരത്ത് പോസ്റ്റ് ഇട്ടു, പ്രോഫിറ്റ് ബിക്കം ലോസ് എന്ന് പറഞ്ഞിട്ട്. സോ അതിനകത്തും വോട്ട് ചെയ്യാൻ ആളുകളുണ്ട്. സോ ഇത് വരുന്നത് ഈ ഒരു മെൻ്റൽ ഇംബാലൻസ് കൊണ്ട് മാത്രമല്ലേ? അല്ല, ഇപ്പോൾ ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ്ലി ഡിസിഷൻ ഫ്രം അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ഒരു ഗൈഡൻസ് കൊടുക്കാം. അൾട്ടിമേറ്റ്ലി ബൈയും സെല്ലും ചെയ്യേണ്ടത് ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കാരാണ്. അവിടെ ഗ്രീഡ് കൂടുതലുള്ള ആൾക്കാരുണ്ട്. ഈ 1 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളും ഉണ്ടാവും, 10,000 കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളുണ്ടാവും. ഈ 10,000-ൻ്റെ ട്രേഡ് ചെയ്യുന്നവൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ടായിരിക്കും 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നവൻ അത്രയും പ്രോഫിറ്റ് വേണമെന്ന് വിചാരിക്കും. അതെ, 1 ലക്ഷത്തിൻ്റെ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് കണ്ടിട്ടാണ് 10,000-ൽ അവൻ അത്രയും പ്രോഫിറ്റ് കിട്ടിയോ, അതുപോലെ അവൻ എത്ര ഉപയോഗിച്ചു എന്ന് പോലും അവരൊന്നും മനസ്സിലാക്കുന്നില്ല. സോ ഇത് പേഴ്സൻറ്റേജ് കാൽക്കുലേഷനിലോട്ട് പലരും എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് ഇന്ന് തന്നെ 150% വേണം എന്നല്ല വാശി പിടിക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റിന് ലിമിറ്റ് ചെയ്യാന്നത് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ പറയാറുണ്ട്, നമ്മൾ ജേണൽ കൃത്യമായിട്ട് എഴുതിയിട്ട് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്, പ്രോഫിറ്റ് എത്ര കണ്ടിരിക്കാം എന്നുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ട്. ഇത് ഗ്രാജുവലി വലുതായി വരേണ്ടതാണ്. ലോസ് എത്ര കണ്ടിരിക്കാം എന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 10% പ്രോഫിറ്റ് കാണാനുള്ള മെച്യൂരിറ്റി എനിക്ക് ആയിട്ടുള്ളൂങ്കിൽ അവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് റൗണ്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കി കുറച്ച് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, കീപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്താണ് എനിക്ക് 25% പ്രോഫിറ്റിനെ ഹോൾഡ് ചെയ്യാനുള്ള മെൻ്റൽ കപ്പാസിറ്റിയിലോട്ട് ഞാൻ എത്തുള്ളൂ. ഇല്ലേ കൈ വിറയ്ക്കും, അല്ലെങ്കിൽ ഷിവർ ചെയ്യും. ലോസ് ഇങ്ങനെ തന്നെയാണ്. കൂടുതൽ ആളുകൾക്ക് പേടി ഉണ്ടാവുന്നത് പ്രോഫിറ്റ് കാണുമ്പോഴാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത് പ്രോഫിറ്റ്. ഇപ്പോൾ അടുപ്പിച്ചൊരു 5 ദിവസം പ്രോഫിറ്റ് കിട്ടി, ഓവർ കോൺഫിഡൻസ് കയറി ഈ 5 ദിവസത്തെ ബെനിഫിറ്റ്സ് അവൻ അടുത്ത ദിവസം ഒറ്റയടിക്കും. അപ്പോൾ പ്രോഫിറ്റ് വരുന്നത് കാണാനുള്ള മെൻ്റൽ എബിലിറ്റിയും കൂടി അവിടെ ഗ്രോ ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ ഒരു സുനിൽ പറഞ്ഞതുപോലെ ഒരു നമ്മൾ കുറച്ച് സമയം നമ്മൾ മാർക്കറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് മാർക്കറ്റ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരും. എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ പ്രോഫിറ്റ്സിനെ മാനേജ് ചെയ്യണം ഒക്കെ മാർക്കറ്റ് പഠിപ്പിച്ച്. ഇപ്പം നമ്മൾ 1-2 പ്രൊപ്രൈറ്ററി ഫേംസിൻ്റെ ട്രേഡേഴ്സ് ഡേറ്റ നമ്മളിങ്ങനെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 10,000 കണക്കിന് ട്രേഡേഴ്സിൻ്റെ ഡേറ്റയിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അവർ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ലോസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പം അൾട്ടിമേറ്റ്ലി ഈ സെബി പറയുന്ന കണക്കൊക്കെ കറക്റ്റ് തന്നെയാണ്. 90% ഓഫ് ആൾക്കാർ അവിടെയും ലോസ് തന്നെയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആരാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുമ്പോൾ ആവറേജ് പെർ ഡേ പ്രോഫിറ്റ്, ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണ്, ഇതാണ് എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കും. ഇത് കണ്ടിന്യൂസ്ലി പോകുമ്പോൾ ചില ദിവസം എനിക്ക് പീക്ക് ലോസ് എന്നുണ്ടാവും. ഇങ്ങനെ പീക്ക് ലോസ് അടിക്കുന്ന ഒരാളുടെ ഡാറ്റ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 months അവൻ അക്കൗണ്ട് അടിച്ചോളെ ഫൈൻ. മറിച്ച് ലോസ് കണ്ടിന്യൂസ്ലി ചില ദിവസങ്ങളിൽ ലോസ് ഉണ്ടാവും, ബട്ട് ലോസ് എല്ലാം ചെറിയ ലോസാണ്, അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റിൻ്റെ താഴെ ലോസാണ്.
അവൻ്റെ വിന്നിങ് റേറ്റ് ഒരു 50% ഉള്ളൂങ്കിൽ പോലും അവർ അക്കൗണ്ട്സ് അടിച്ച് കളയാറില്ല. അവരൊരു ചെറിയ പ്രോഫിറ്റിൽ ഇങ്ങനെ അക്കൗണ്ട് ഗ്രോ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഈ പീക്ക് ലോസ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ബയ്യർ ആണെങ്കിലും ഓപ്ഷൻ സെല്ലർ ആണെങ്കിലും പീക്ക് ലോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വരുന്നു, ഒരു പീക്ക് ലോസ് വരുന്നു, പിന്നെയും പ്രോഫിറ്റ് വരുന്നു, പീക്ക് ലോസ് വരുന്നു. അപ്പോൾ തന്നെ ഇമോഷണലി ഡൗൺ ആവും, കോൺഫിഡൻസ് കുറയും. പിന്നെ അടുപ്പിച്ച് 2-3 പീക്ക് ലോസ് വരുന്നു, തീർന്നു, ഇടപാട് തീർന്നു. ഇങ്ങനെയാണ് ഒരു 90% ട്രേഡേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഈ പീക്ക് ലോസിന് ആവറേജ് പ്രോഫിറ്റ് 10,000 ആണെങ്കിൽ ലോസ് 10,000 എത്തുമ്പോൾ ഫുൾ ട്രേഡ് നിർത്തി കമ്പ്യൂട്ടർ അടച്ച് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അവൻ്റെ അക്കൗണ്ട് നിലനിൽക്കുക, അവൻ അക്കൗണ്ട് ഗ്രോ ചെയ്യിപ്പിക്കുകയും ചെയ്യും. വളരെ സിമ്പിൾ ടെക്നിക്കാണിത്. ഞാനിത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ അവരുടെ ജേണൽ വെച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു 70% ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം കഴിഞ്ഞിടയ്ക്ക് ചെയ്തൊരു വീഡിയോയിൽ ആഫ്രിക്കയിലൊരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുന്നുണ്ടായി. അയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. സോ അദ്ദേഹം പറഞ്ഞൊരു കേസ് എന്താണെന്ന് വെച്ചാൽ 20% ആക്യുറസിയാണ് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ആകെയുള്ളത്. ആ 20% ആക്യുറസി വെച്ചിട്ടാണ് ഇത്രയും വലിയ ഫണ്ട് അയാൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ചോദിച്ചത്ര 20% ആക്യുറസി വെച്ചിട്ട് എങ്ങനെ നിങ്ങളിത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം, എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ഹോപ്പ് എന്നുള്ള സംഗതി അവിടെ വെക്കാറില്ല. സോ അതുകൊണ്ട് എൻ്റെ സ്ട്രാറ്റജിക്ക് എനിക്ക് 20% ആക്യുറസി മതി എന്നുള്ളതാണ്. സോ വാട്ട് ഐ എം ആസ്കിങ് ടു യു ഈസ്, എന്താണ് സ്ട്രാറ്റജിക് മാർക്കറ്റിലെ ഇമ്പോർട്ടൻസ്? എല്ലാവരും മാർക്കറ്റിൽ പുതിയ സ്ട്രാറ്റജീസ് തപ്പിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. സോ സ്ട്രാറ്റജിയാണോ അതോ സൈക്കോളജിയാണോ, എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മാർക്കറ്റിൽ? ഇതിപ്പോൾ ഒരു മാനുവൽ ട്രേഡർ ആണെങ്കിലും ഒരു സിസ്റ്റം ട്രേഡർ ആണെങ്കിലും ഇപ്പോൾ ഒരു ആൽഗോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിലൊക്കെ സ്ട്രാറ്റജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റജി വേണം, അല്ലാതെ ഒരു പ്ലാൻ ഇല്ലാതെ മാർക്കറ്റിലോട്ട് വന്നാൽ ആർക്കും ഒരു സിസ്റ്റം വേണം എന്നുള്ളതാണ്. ബാക്കി നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നമ്മളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പോൾ 80% ആക്യുറസിയുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സൈക്കോളജി ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നേ ഇല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീക്ക് ലോസിൻ്റെ കേസ് പറഞ്ഞല്ലോ, 10-8 ദിവസം വിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 2 ദിവസത്തെ ലോസ് മതി, അതിൽ കൂടുതൽ 2 ദിവസം കൺട്രോൾ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. ആ ദിവസം മൊത്തം ലോസ് വന്ന ദിവസം കമ്പ്യൂട്ടർ അടച്ചു വെച്ച് എഴുന്നേറ്റ് പോയാലും ചിലപ്പോൾ അവരൊക്കെ രക്ഷപ്പെടും. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ സൂപ്പർ ട്രെൻഡ് എന്ന് പറയുന്നത് സിമ്പിൾ സ്ട്രാറ്റജിയാണ്. സൂപ്പർ ട്രെൻഡ് ഉപയോഗിച്ച് അതിന് 60% സക്സസ് റേറ്റ് ഉണ്ട്. അത് മാത്രം ഉപയോഗിച്ച് വേണമെങ്കിൽ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. US കഴിഞ്ഞ ട്രേഡിംഗ് ചലഞ്ചിന് പോലും ദ ബെസ്റ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് തിരഞ്ഞെടുത്ത് മൂവിങ് ആവറേജ് ആണ്. നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി മതി മാർക്കറ്റിൽ സക്സസ് ആകാനായിട്ട്. ബട്ട് അവിടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ഡിസിപ്ലിനും മണി മാനേജ്മെൻറ്റുമാണ് ട്രേഡറെ വിൻ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ നേരെ മറിച്ച് ഇനിയിപ്പോൾ എല്ലാവരും പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൺ സെറ്റപ്സ്, ഇപ്പോൾ ഓർഡർ ഫ്ലോ അനാലിസിസ്, ബ്ലാ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അൾട്ടിമേറ്റ്ലി ആ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് കാര്യം? അതെ, ഇപ്പം എൻ്റെ അടക്കം യൂട്യൂബിൻ്റെ കമൻസിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. റൈറ്റ്. സോ അങ്ങനെ ഒന്നുണ്ടോ? ഡിസ്ക്ലോസ് ചെയ്യാത്ത സ്ട്രാറ്റജി ഉണ്ടോ? അതോ ഈ പരാജയപ്പെടുന്ന ആളും ജയിക്കുന്ന ആളും തമ്മിലുള്ള ആക്ച്വൽ വ്യത്യാസം എന്താണ്? ഡിസിപ്ലിൻഡ് ആണ് എന്നുള്ളതാണോ അതോ സ്ട്രാറ്റജി ഡിസ്ക്ലോസ് ചെയ്യാത്തതുണ്ട് എന്നുള്ളതാണോ? മണി മാനേജ്മെൻറ്റ് മാത്രമാണ് പരാജയം. ഇപ്പോൾ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ലോസ് വരുത്തുന്ന വേറൊരാളുടെ ഡേറ്റ പരിശോധിച്ചു ചിലപ്പോൾ അവന് 65-70% അക്യൂറസി ഉണ്ടാവും, നമ്മളെക്കാളും കൂടുതലുണ്ടാവും. എനിക്ക് ചിലപ്പോൾ 55 ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ഓപ്ഷൻ ബയറിൻ്റെ ഒരു ആവറേജ് സക്സസ് റേറ്റ് 58-60 മാത്രമേ ഉള്ളൂ. മാക്സിമമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ റീറ്റെയിൽ ട്രേഡറിന് ഇതിൽ കൂടുതലുള്ള സക്സസ് റേറ്റ് ഉള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ടാവും. എന്നിട്ട് അവരെന്തുകൊണ്ട് വിജയിക്കാത്ത അവന് മണി മാനേജ്മെൻ്റ് ഇല്ല, അത്രയേ ഉള്ളൂ. ബൈയുടെ ബെനിഫിറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? ഗാമയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗാമ മൂവ് ചെയ്യുന്ന ദിവസം, ഗാമ ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന ദിവസം അത് പിടിക്കാൻ പറ്റണം. അത് ചിലപ്പോൾ 1:3 1:5 കിട്ടും. ഒരു ദിവസത്തെ പ്രോഫിറ്റ് മതി 10 ദിവസത്തെ ലോസ് മാറാനായിട്ട്. റൈറ്റ്. ഇത് കിട്ടാത്ത ആൾക്കാർ ഓപ്ഷൻ ബൈയിലിരുന്നാൽ അവൻ ഓപ്ഷൻ ബൈ വിജയിക്കില്ല. ഓപ്ഷൻ സെല്ല് നേരെ തിരിച്ചുമാണ്. ഓപ്ഷൻ സെല്ലാണെങ്കിൽ 10-8 ദിവസം വിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 ദിവസം ഈ ബയ്യർക്ക് പ്രോഫിറ്റ് ആണോ ഗാമ ബ്ലാസ്റ്റ് ഇവന് അഗേൻസ്റ്റ് ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിൻ്റെ മുമ്പത്തെ ഉദാഹരണമാണ്. അങ്ങനെ ലോസ് അടിക്കുന്ന ദിവസം ഇവന് മിനിമം ലോസിൽ പുറത്തിറങ്ങാൻ പറ്റണം. ഇതാണ് സെല്ലറും ചെയ്യേണ്ടത്. ഇത് രണ്ടും എന്താ പറയുക, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ എന്നുള്ള സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ ട്രേഡിങ്. ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തവൻ എത്ര ദിവസം കുത്തിയിരുന്ന് ട്രേഡ് ചെയ്താലും മന്ത്ലി അവസാനം അവൻ ലോസ് ആയിരിക്കും. ഇത് മാനേജ് ചെയ്യുന്നവൻ 5 ദിവസം ട്രേഡ് ചെയ്താൽ മതി, അവൻ മന്ത്ലി അവസാനം പ്രോഫിറ്റ് ആയിരിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗോൾ വെച്ചിട്ട് മാർക്കറ്റിൻ്റെ മുമ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവന് 1-2 ട്രേഡിംഗ് ഡേയിൽ തന്നെ ആവശ്യത്തിലുള്ള പ്രോഫിറ്റ് മാർക്കറ്റ് അവന് കൊടുത്തിട്ടുണ്ടാവും.
പിന്നെ ഈ ഗ്രീഡി ആയിട്ടുള്ള സ്വഭാവം മാത്രം വെച്ചിട്ടാണ് ഇവൻ അവൻ്റെ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്യണത്. നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എന്ന് വെച്ചാൽ ആ ഗോളിന് എന്താ പറയുക, ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോവാതിരിക്കുക. ഗോൾ വയ്ക്കുക. ചില ദിവസം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ, ചിലപ്പോൾ ബയ്യറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ടാർഗറ്റ് ആവും. ബാക്കി 29 ദിവസം അവന് അടുത്തുള്ള പരിപാടികൾ ചെയ്യാം. വേറെ അവൻ്റെ മറ്റ് ബിസിനസ്സുകൾ നോക്കാം, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും അവന് ചെയ്യാം. പക്ഷേ ആസ് എ ട്രേഡർ, ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഞാനും അത് ഫോളോ ചെയ്യാറില്ല. ആസ് എ ട്രേഡർ എന്നുള്ളത് മാർക്കറ്റ് വാച്ചെങ്കിലും ചെയ്തിരിക്കുക എന്ന് പറയുന്നതൊരു നമ്മുടെ ഒരു ഹാബിറ്റാണ്. അത് ഒരു ക്വാണ്ടിറ്റിയിലെങ്കിലും ട്രേഡ് ചെയ്തെങ്കിലും ഇരിക്കുക ശ്രമിക്കാറുണ്ട് ഞാൻ. അത് ട്രേഡിംഗ് പാഷൻ കൂടി ആയതുകൊണ്ടാണ്. മാത്രമല്ല ഇവിടെ കുറേ ലേണിംഗ് നടക്കുന്നില്ലേ, നമ്മുടെ പൊസിഷൻ ഇരിക്കുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്നൊരു കുറേ കാര്യമുണ്ട്. നമ്മുടെ സൈക്കോളജിയും കുറേ ഡെവലപ്പായി എവറി ഡേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ പൊസിഷൻ സൈസൊക്കെ കുറയ്ക്കാം. ആക്ച്വൽ മണിക്ക് പകരം ഒരു 5% കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാം. ആസ് എ ട്രേഡറായിട്ട് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. നമ്മൾ ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ ഫുൾ മാറി നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് സൈക്കോളജി ഈസ് ദ കീ. സിമ്പിളായിട്ട് അതെ, ലോസ് അടിച്ചാലും 5% ലോസ് അല്ലേ മതി, കുഴപ്പമില്ല. നമ്മൾ മൊത്തത്തിൽ ഒരു ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ചെറിയ ലോസ് ഉണ്ടാവുന്നുള്ളൂ. ഞാൻ എത്രയോ ദിവസത്തെ എൻ്റെ പോളിൽ ഞാൻ ഇത് തന്നെ ഇൻറ്റൻഷനലി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രോഫിറ്റ് കൺവേർട്ടഡ് ഇൻ ടു ലോസ്. എത്രയോ ആളുകൾ അതിനകത്ത് വോട്ട് ചെയ്യുന്നറിയോ? അൾട്ടിമേറ്റ്ലി രാവിലെ മാത്രം ഉച്ചയ്ക്ക് ട്രേഡ് നിർത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുടെയും പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ഒറ്റ അപ്ഡേറ്റേ കൊടുക്കാറുള്ളൂ. ഒറ്റ അപ്ഡേറ്റോടുകൂടി ഞാൻ പരിപാടി നിർത്തി. രാവിലെ ഒരു ലെവൽസ് ഞാൻ പറഞ്ഞു കൊടുക്കും. ആൻഡ് ബാക്ക് റിസൾട്ട് എടുത്ത് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എടുത്ത ആൾക്കാർ ഉച്ച കഴിഞ്ഞ് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ പോളിടും. ഇൻറ്റൻഷനലി ഞാൻ പോളിടും. അതിൻ്റെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു 70% ദിവസവും അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ആ ദിവസം തന്നെ ഞാൻ ഇതേ ഒരു പോളിനെ തന്നെ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യും. അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൺവേർട്ടഡ് ഇൻടു ലോസ് എന്നുണ്ട്. എന്നാൽ അതിനകത്ത് വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം 1 ലക്ഷം കൊണ്ട് ട്രേഡ് ചെയ്ത് 50,000 പ്രോഫിറ്റ് കിട്ടി. അവനെന്താ വിചാരിക്കുന്നു, 50,000 ഓൾറെഡി കിട്ടിയല്ലോ, ഇനി അത്ര റിസ്ക് എനിക്ക് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണല്ലോ പിന്നെ ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ 50,000 ലോസിലായിരിക്കും. കിട്ടിയ 50,000 കളഞ്ഞ് എക്സ്ട്രാ ഒരു 50,000 കളഞ്ഞിട്ടാണ്. അത് ഗ്രീഡ് മൈൻഡ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, അത് അവൻ മെച്യൂർഡ് ആയിട്ടില്ല ട്രേഡിങ്ങിനാണ്. അൾട്ടിമേറ്റ്ലി പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ചിട്ടുള്ള ബേസിക് ബാലപാഠങ്ങൾ പോലും സെറ്റ് ചെയ്യാൻ അവർ റെഡി അല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിലും ട്രേഡിങ് ഇങ്ങനെയാണ്. ഇതിൽ നിന്ന് കുറേ ആൾക്കാരെയൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇനിയിപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് എന്നല്ല, ട്രേഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരുടെ പോഡ്കാസ്റ്റിലും ഈ പൊസിഷൻ സൈസ് റിസ്ക് റിവാർഡൊക്കെ തന്നെ മാറി മാറി പറയുന്നു. നമ്മൾ ഏത് ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാലും ട്രേഡിംഗ് റിലേറ്റഡ് ഇമോഷൻ ബുക്സിലും ഇത് തന്നെ പറയുന്നു. അതിൻ്റെ അതിൽ ഏറ്റവും വലിയൊരു തമാശ എന്താണെന്നറിയോ, പൊസിഷൻ സൈസിങ്, റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ സൈക്കോളജി വീഡിയോ ഒക്കെ ഏറ്റവും കുറവ് വ്യൂസേ വരുള്ളൂണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് സ്ട്രാറ്റജിക്കാണ്. എല്ലാവരും വിശ്വസിക്കുന്നത് സ്ട്രാറ്റജിയിലാണ് രക്ഷപ്പെടുള്ളൂ എന്നുള്ളതാണ്. അതായത് എന്തോ ഇപ്പോൾ വയസ്സിൻ്റെ എന്തോ സീക്രട്ട് ഉണ്ട്, ആർക്കും പറഞ്ഞു കൊടുക്കാത്തതെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ 90% ഈസ് ഇൻ റിസ്ക് റിവാർഡ് ആൻഡ് മണി മാനേജ്മെൻറ്റ് എന്നുള്ളതിലേക്കാണ്. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ ഇത് ആർക്കും അറിയില്ലാത്തൊന്നുമല്ല, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയല്ലേ. പക്ഷെ ഇതാരും അഡോപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിങ്ങിന് ഒരു ബിസിനസ്സായിട്ട് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് അൾട്ടിമേറ്റ്ലി. അപ്പോൾ അതിന് ബിസിനസ്സായിട്ട് കാണുകയാണെങ്കിൽ മണി മേക്കിംഗ് മെഷീൻ. കണക്കെഴുതി വെക്കണ്ടേ? കണക്കെഴുതി വെക്കുമോ? ജേണൽ എഴുതുന്ന എത്ര ആൾക്കാരുണ്ട് ട്രേഡിങ്ങിൽ? വളരെ കുറവായിരിക്കും. ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി അയാൾക്ക് ജേണലിൻ്റെ ആവശ്യം വരില്ല. ബട്ട് തുടക്കത്തിൽ പോലും ജേണൽ കീപ്പ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ തന്നെ എൻ്റെ ട്രേഡിങ്ങിലേക്ക് വന്ന് ആഫ്റ്റർ എ ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജേണലിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങണേ. അതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് അടികൾ കിട്ടിയതിന് ശേഷമാണ് ട്രേഡിങ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട പരിപാടിയാണെന്നുള്ള ചിന്ത വരുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോഴാണെങ്കിലും നമ്മുടെ എഫിഷ്യൻസി കൂടുന്നുണ്ടോ, എഫിഷ്യൻസി കുറയുന്നുണ്ടോ, എവിടെയൊക്കെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെള്ളിയാഴ്ചകളിൽ എനിക്ക് സ്ഥിരമായിട്ട് ലോസ് വരികയാണ്. ഇതെങ്ങനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ജേണൽ എടുത്തു നോക്കണം. ജേണലിൽ എല്ലാ വെള്ളിയാഴ്ച ലോസ് ആണെങ്കിൽ ആ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യാതിരുന്നാൽ മതി. സത്യം. ഞാൻ റീസെൻ്റായിട്ട് എൻ്റെ ജേണലിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യമുണ്ട്. ഇവൻ്റ് ഡേയിൽ മൊത്തം എനിക്ക് ലോസാണ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട്. ബഡ്ജറ്റ്, എലക്ഷൻ, ഇങ്ങനത്തെ എല്ലാ ഇവൻ്റ് ഡേയിൽ. ഓക്കെ, അപ്പം ഞാൻ എന്ത് മനസ്സിലാക്കി, ഇനി ഇവൻറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. സ്വയം എൻ്റെ പ്രോഫിറ്റബിലിറ്റി 10% കൂടും. ഒരു വർഷത്തെ പ്രോഫിറ്റിൽ 10% ജമ്പ് ഇവൻറ്റിൽ ട്രേഡ് നിർത്തിയേ ഉണ്ടാവുമെന്ന് ഞാൻ ജേണലിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ജേണൽ കുത്തിരുന്നിട്ട് ജേണൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ തീരുമാനിച്ചു ഇനി മുതൽ ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കില്ല. വേണ്ട, നമുക്കന്ന് ട്രേഡ് വേണ്ട. സുല്ലു പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രാറ്റജിയുടെ വിൻ റേഷ്യോ കൂടുന്നത് എപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും.
ഫാർ ബെറ്റർ ഫാർ ബെറ്റർ ട്രേഡ്. അപ്പോൾ നമ്മൾ സീറോയിൽ ഇരുന്ന് നിൽക്കുന്നതാണല്ലോ ബെറ്റർ, എന്തിനാ മൈനസിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ നോക്കുന്നത്? അതെ. അപ്പോൾ ആ കണക്ക് എഴുതി വയ്ക്കുക. ഇനി ഒരു കൊല്ലമായിട്ടും ജേണൽ എഴുതിയിട്ടും എന്ത് ചെയ്തിട്ടും അവൻ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ശരിയാവുന്നില്ലെങ്കിൽ അവൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. അവൻ മറ്റുള്ളവർ ഇവൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് അവന് മറ്റ് ബിസിനസ്സുകളിലോട്ട് പോവാം. എന്തെങ്കിലും ചെയ്യാം. ട്രേഡിങ് മാത്രമാണ് ഇൻകം സോഴ്സ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല, ട്രേഡിങ് വൺ ഓഫ് ദ പ്രൊഫഷനാണ്. ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ വന്നിട്ട് കാശ് കൊണ്ടുപോയിട്ട് വീണ്ടും വീണ്ടും ഹാർഡ് ഏൺ മണി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിലിട്ടിട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ആളുകൾ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത്? ഈ പിന്നെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള യൂട്യൂബ് ആഡുകളും ബാക്കിയുള്ളതും കണ്ടിട്ടാണോ? എന്താണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ റീസൺ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ആക്ച്വലി ഗാംബ്ലിംഗ് ലോഗുണ്ടായ കാലം മുതൽ തന്നെ പല സിവിലൈസേഷൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ, ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ഒരു സൈഡ് ഓഫ് ഗാംബ്ലിംഗ്. ഇവരൊക്കെ ചെയ്യുന്നത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓതറൈസ്ഡ് ഗാംബ്ലിംഗ് എന്ന് ആണ് പറയാം. ഇനി ഇത് നിർത്തി, ഇനി പറയാണ് ഇനി മുതൽ 10 ലക്ഷം ഉള്ളവർ മാത്രം ഓപ്ഷൻ ബൈ ചെയ്താൽ മതി എന്നുള്ളൊരു നിയമം സർക്കുലർ വരാണെന്ന് വിചാരിക്കേ. ഇവരൊക്കെ എങ്ങോട്ട് പോവും? അപ്പോൾ ഡപ്പ ട്രേഡിങ്, ഇപ്പോൾ കളർ കോഡ് ട്രേഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. മറ്റേ ചുമപ്പ് ഞെക്കു പച്ച ഞെക്കു എന്ന് പറയുന്ന പുതിയ സെറ്റപ്സൊക്കെ ഇഷ്ടംമാതിരി നമ്മുടെ നാട്ടിലുണ്ട്. പിള്ളേർ സെറ്റ് മൊത്തം അതിൻ്റെ പിന്നാലെയാണ്. കോളേജുകളിലൊക്കെ തരംഗമാണ് സംഭവം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ ഈ കളർ, ലൈക്ക് അതിൻ്റെ ആപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നുകൂടി ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടു. അതിൻ്റെ എന്താ ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് എന്തോ ഒരു സാധനം കാണിച്ചിട്ട് ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരാൻ പോകുന്നൊരു ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആനയാണ് വരുന്നതെങ്കിൽ ബിഗ് ആണ്, അവന് കാശ് കിട്ടും, 5000 രൂപ കിട്ടുന്നു. ഉറുമ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ നിലയിട്ടാണെങ്കിൽ അത് സ്മോൾ ആയിരുന്നു, സ്മോൾ വയ്ക്കുവാന് കാശ് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിനല്ലേ ആക്ച്വലി ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗാംബ്ലിങ് ചെയ്യാൻ പറ്റാത്തവൻ അടുത്തെന്ത് ചെയ്യും? അപ്പുറത്ത് പോയി ഗാംബിൾ ചെയ്യും. അൾട്ടിമേറ്റ്ലി അവൻ ഗാംബിൾ ചെയ്യും. ഇപ്പോൾ ഡ്രീം 11, അതെ, IPL ഉൾപ്പെടെയുള്ള കേരള പ്രീമിയർ ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ സ്പോർട്സ് ഇവൻറ്റ്സും കണ്ടിന്യൂസ്ലി വരുന്നത് ടാക്സ് പേയിങ് ഗാംബ്ലിംഗ് എന്ന് നമുക്ക് പറയാം. എന്തിനാ ഇങ്ങനത്തെ ഇവന്റുകൾ ഇത്രയും പബ്ലിസിറ്റിയോട് കൂടി കൊണ്ടുവരുന്നത്? അത് ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അതെ. ആൻഡ് ഇത് പ്രൊമോട്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾ വരരുത്. ആൻഡ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഈച്ച് ആൻഡ് എവറി ഡേ നമുക്ക് എക്സ്പയറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. കൂടുതൽ ഇൻഡെക്സ് തരും. ഇൻഡെക്സുകൾ ഓരോ ദിവസവും പുതിയത് ലോട്ട് സൈസ് കുറക്കും, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറക്കും. എന്നിട്ട് പറയും എല്ലാവരും ലോസ് വരുത്തുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സ്പോർട്സ് ടീംസിൻ്റെ ജേഴ്സിയിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബെറ്റിംഗ് ആപ്പിൻ്റെ പരസ്യം അവിടെ ഇല്ലേ? അതെ, എല്ലാത്തിലും ഉണ്ട്. സ്പോൺസേഴ്സ് അവരാണ്, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അതെ. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, വേൾഡ് എല്ലായിടത്തും. എന്തിനാണ് ഇത്രയും പ്രീമിയർ ലീഗും സെക്കൻഡ് ലീഗും തേർഡ് ലീഗും എങ്ങനെ നിലനിൽക്കുന്നത്? ബെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാശ് വെച്ചിട്ടാണ് പല ടീമുകളും നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ ബെറ്റിംഗ് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് എന്നുള്ള പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡ് സെറ്റ് മനുഷ്യനുണ്ടായ കാലം മുതലേ മനുഷ്യൻ്റെ കൂടെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതാർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വെച്ച് കൂടുതൽ ആൾക്കാർ പൈസ നഷ്ടപ്പെടുകയാണ്. വളരെ ചുരുക്കം ഒരാൾക്കാരുടെ ഇടയിലേക്കാണ് പൈസ വരുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. അത് ആർക്കും ഈ ഒരു മൈൻഡ് സെറ്റിനെ എടുത്ത് മാറ്റാനോ മെച്യൂരിറ്റി കൊടുക്കാനോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 100 ആൾ എഡ്യൂക്കേറ്റ് ചെയ്തു, എത്ര ആക്കി ഇത് മനസ്സിലാകും? സത്യം 5-6 ആളുകൾക്ക്. ബാക്കിയുള്ള ആളുകൾ ഓക്കെ സുനിൽ അത്രേ പോരാ, അപ്പുറത്ത് വേറെ ഒരാളുണ്ട്, അവൻ്റെ അടുത്ത് പോയി അവിടെ നമ്മൾ മോശമാവുകയാണ്. ലൈക്ക് റൈറ്റ്, അപ്പുറത്ത് പോയി നോക്കും. അതെ, അപ്പുറത്ത് എത്തുമ്പോൾ എന്താ കഴിഞ്ഞാൽ ഇവനും ആരും പോരാ, മറ്റവൻ്റെ കയ്യിൽ കുറച്ചുകൂടി നല്ലതുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറയുന്ന കേട്ടു, അങ്ങോട്ട് പോകുന്നു. അതിന് 3, 4, 5 റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് സുനിൽ പറഞ്ഞത് തന്നെയായിരുന്നു ശരി, ഇതിലത്തേക്കല്ല എത്തുന്നത്. അത് ആരുടെയും കയ്യിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടായതുകൊണ്ടല്ല. ഇതിനകത്ത് മിസ്സെല്ലിങ് നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. 90% മിസ്സെല്ലിങ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലേറ്റസ്റ്റ് റീൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. മിസ്സെല്ലിങ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മിസ്സെല്ലിങ്ങിൻ്റെ കൂടെ തന്നെ സംസാരിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം കൂടിയാണത്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി അവയർനെസ് വേണം. ഇപ്പം സുനിൽ പറഞ്ഞു, സുനിൽ കോയമ്പത്തൂരും ചെന്നൈയിലും ഒക്കെ പോയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട്, ബാംഗ്ലൂരൊക്കെ പോയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ എൻ്റെ ഡാറ്റയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനീഷ്യലി എന്താണോ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോസ്, അതിനേക്കാട്ടിലും വലിയ ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ പെയ്ഡ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. സോ അൾട്ടിമേറ്റ്ലി നമ്മളത് പഠിക്കണം. ആൻഡ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫോർ മീ, എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, പഠിക്കുന്നതെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കില്ല. നമുക്ക് ആവശ്യമുള്ളതിനെ അതിനകത്തുനിന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കണം. തീർച്ചയായിട്ടും.
സോ ഒരിക്കലും പിന്നെ ഇപ്പം എൻ്റെ ഒരു പഠിച്ചുകൊണ്ടേയിരിക്കുക. അതെ, നെവർ എൻഡിങ് പ്രോസസ്സാണ് ട്രേഡിങ് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നെവർ എൻഡിങ് പ്രോസസ്സാണ്. കാരണം ഇന്ന് കാണുന്ന മാർക്കറ്റിൻ്റെ ഫേസോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ റിതമോ അല്ല നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വർഷത്തിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബിലോ 20,000 നിന്നപ്പോൾ ഉള്ള കണ്ടീഷനല്ല ഇപ്പം നിഫ്റ്റിയിലുള്ളത്. അന്ന് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്ന മൂവ്മെൻറ്റാണ് ഇന്നിപ്പോൾ നിഫ്റ്റിയിലുള്ളത്. അന്ന് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്ന സിമിലർ മൂവ്മെൻറ്റാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. അതെ, ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ആവറേജ് 1000 പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ അത്രയും മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ലാന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ 300-400 പോയിന്റ് ആയിരുന്നു ആ സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെൻറ്റ്. ഇന്ന് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെൻറ്റ് ആ ഒരു റേഞ്ചിലേക്ക് എത്തുകയാണ്. 2 ക്യാൻഡിലുകൊണ്ടൊക്കെയാണ് 300 പോയിന്റ് ഉണ്ടാക്കുന്ന നിഫ്റ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളിയാഴ്ചത്തേക്ക് മൂവ്മെൻ്റ് ആണ്. ഒറ്റ ദിവസം ആ ഒരു അരമണിക്കൂറിൽ തന്നെ 200-250 പോയിന്റ് മൂവ്മെൻറ്റ് നിഫ്റ്റി. അതെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ 280 പോയിന്റിന്റെ മൂവാണ് മാർക്കറ്റ് ഷേക്ക് ഔട്ട് ആയിരുന്നത്, ഒറ്റ മൂവിൽ ഉണ്ടായിട്ടുള്ളത്. സോ കോൺസ്റ്റന്റീവായിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല, മാർക്കറ്റ്സ് സൈക്കിളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചില സൈക്കിൾസിൽ ചില സ്ട്രാറ്റജീസ്, ചില മൈൻഡ് സെറ്റുകാർ നല്ലതായിട്ട് കാശുണ്ടാക്കും. അതെ, ഈ മാർക്കറ്റ് സൈക്കിൾ കഴിയുമ്പോൾ അവർ ലോസ് മേക്ക് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് സൈക്കിൾ കഴിഞ്ഞു എന്നും അതുകൊണ്ടാണ് എനിക്ക് ലോസ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നവൻ അതനുസരിച്ച് അവൻ്റെ മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യും. അല്ലാത്തവൻ എന്ത് ചെയ്യും? അവിടെ ലോസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സോ ഇത്രയും സമയം കണ്ടിരുന്ന നിങ്ങൾക്കിതൊന്ന് വാല്യൂ കിട്ടിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം.